ഇന്ന് നമുക്ക് പൊറാട്ടയുടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടോ കാണിക്കാൻ പോകുന്നത്. ചിക്കൻ കൊണ്ടാട്ടമാണ് റെഡിയാക്കി എടുക്കുന്നത്. ഈ രീതിയിൽ ചിക്കൻ കൊണ്ടാട്ടം നിങ്ങൾ റെഡിയാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടെ ഇത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനിവിടെ പൊറാട്ടയാണ് കോമ്പിനേഷനാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ 3/4 കിലോ ചിക്കൻ വെച്ചിട്ടാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ചിക്കൻ കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിനിമം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മളിത് പിന്നീട് വേവിക്കുന്നില്ല. അപ്പോൾ ശരിക്കും ഇതിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് മൊരിഞ്ഞ് ഹാർഡായി പോകരുത്. ആ രീതിയിൽ നല്ല സോഫ്റ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റി വെക്കാം. ഇനി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സെയിം ഓയിൽ തന്നെ എടുക്കുക കേട്ടോ. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും ചെയ്യാട്ടോ. വെളിച്ചെണ്ണയിലായാലും ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. ആ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് ഒരു 5 വറ്റൽമുളക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കാം കേട്ടോ. കരിയാതെ ശ്രദ്ധിക്കണേ. പിന്നെ അതിലേക്ക് ഒരു 25 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും അതുപോലെ കറിവേപ്പിലയും ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക. ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ടേസ്റ്റ് തന്നെ ഈ ഒരു ചെറിയുള്ളി ആട്ടോ. ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള എടുക്കാം. സവാളയിലേക്കാളും ടേസ്റ്റ് ചെറിയുള്ളി തന്നെ ആയിരിക്കട്ടെ. ചെറിയുള്ളി നന്നായിട്ട് വഴന്ന് വരികയും വേണം. ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു വലിയ പച്ചമുളക് ഞാൻ 4ആയിട്ട് കീറിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകട്ടോ ചെയ്തിട്ടുള്ളത്. അതും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വല്ലാണ്ട് എരിവ് ഉണ്ടാവില്ല, കളറേ ഉണ്ടാവുള്ളൂ. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, ഇതെല്ലാം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതൊരു 4 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. 5 or 6 ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇത് ഈ ഒരു 3/4 കിലോ ചിക്കനിലേക്ക് ഒരു 4 ടീസ്പൂൺ തന്നെ അത്യാവശ്യം നല്ല എരിവ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ചിക്കൻ കൊണ്ടാട്ടം സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണല്ലോ. പിന്നെ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ചെടുക്കുക. പിന്നെ ഉപ്പൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവാ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ചിക്കനിലേക്കൊക്കെ മസാലയൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിച്ച ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില, ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില കുറച്ച് അധികം തന്നെ ഞാൻ അതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടെ ഇതുപോലെ പിഴിഞ്ഞിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വറ്റൽമുളകും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം നമ്മൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതായത് പറഞ്ഞത്, ഒരു തവണ ഉണ്ടാക്കിയാൽ നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കോമ്പിനേഷനായിട്ട് പൊറാട്ടയുടെ കൂടെ ആയിട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തവർ തന്നെ ആയിരിക്കില്ലേ മിക്കവാറും ചിക്കൻ കൊണ്ടാട്ടം ഇതുവരെ ട്രൈ ചെയ്യാത്തവർ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.